എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഓഫാണ്. ഞാനിപ്പോൾ അമേലിയ സ്കൂളിൽ വിടാൻ പോവാണ്. ആഞ്ചല ഇന്ന് വിടുന്നില്ല. കാരണം ആഞ്ചല കൊണ്ടുവിടുന്നിടത്ത് റോഡ് അത്ര നല്ല റോഡല്ല. ഇന്നിവിടെ നല്ല തണുപ്പാണ്. -1 -2 ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പ്രീ സ്കൂൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1 വർഷമൊക്കെ പോയാൽ മതി. ആഞ്ചല ഓൾറെഡി 1 വർഷം കഴിഞ്ഞ വർഷം പോയി അല്ലേ ആഞ്ചല? ഇത് എക്സ്ട്രാ 1 ഇയറാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആഞ്ചല സ്ട്രെച്ച് ആൻഡ് ഗ്രോ മിസ് ചെയ്യും. സ്ട്രെച്ച് ആൻഡ് ഗ്രോ ഉള്ള ദിവസമാണ്. പക്ഷെ കുഴപ്പമില്ല. വണ്ടിയിലൊക്കെ ഐസാണ്. എനിക്ക് ഏറ്റവും പേടിയാണ് ഈ ബ്ലാക്ക് ഐസ്. മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം കിടന്നാൽ അത് കിടന്ന് ഐസാവും. അത് തെന്നാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. പല ആൾക്കാരുടെയും കാലൊക്കെ ഫ്രാക്ചർ ആയിട്ടുണ്ട്. പുല്ലൊക്കെ വെളുത്ത് കിടക്കുവാണ്. നമ്മുടെ വണ്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ലെയർ ഐസ് പോലും ഇങ്ങനെ വന്ന് കിടക്കുവാണ്. ഇന്നും നാളെയൊക്കെ സ്നോ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു, അറിയത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ സ്നോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചെറുതായിട്ടേ ഉണ്ടായുള്ളൂ. പക്ഷേ UK നല്ല സ്നോയാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇവരെ കൊണ്ടുവിടാം. പിള്ളേർ തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അമേലിയയ്ക്ക് ഇന്ന് 2 ലെയർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ആഞ്ചല അതേ ഗ്ലൗസ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണല്ലേ ആഞ്ചല? അപ്പം നമുക്ക് അമേലിയയെ കൊണ്ടുവിടാം. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കോളേജിൽ പോയി. ഇന്ന് 3 മണി വരെ കോളേജുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമുക്ക് ആദ്യം അമേലിയയെ കൊണ്ടുവിട്ടിട്ട് വരാം. ഞാൻ പിടിക്കാം കുഞ്ഞേ. ഓക്കെ. ഇനിയിപ്പോൾ എൻ്റെ ഫസ്റ്റ് പരിപാടി, അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ടതേ മൾട്ടി വൈറ്റമിൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വൈറ്റമിൻ D കൊടുക്കുന്നുണ്ട്. ഞാൻ ഫാർമസി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ D കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ വൈറ്റമിൻ D സ്പ്രേ. ഇതാണ് അവരുടെ മൾട്ടി വൈറ്റമിൻ കേട്ടോ. പിള്ളേർക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ജെല്ലി മുട്ടായി പോലെ ഇരിക്കും. ആഞ്ചല ഇപ്പോൾ 4 ഇയേഴ്സ് ആയതുകൊണ്ട് ആഞ്ചലയ്ക്ക് 2, അമേലിയയ്ക്കും 2. വണ്ടിയിലൊക്കെ കണ്ടോ ഫുള്ള് 1 ലെയർ ഐസാണ് കേട്ടോ. കണ്ടോ ഇത് രാവിലെ അച്ചായൻ വണ്ടി കഴുകിയ വെള്ളമാണ്. അത് കണ്ടോ ഫുൾ ഐസാണ്. സ്ലിപ്പാവുന്നുണ്ട്. പുല്ലൊക്കെ വെളുത്ത് കിടക്കുവാണ്. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. വാ നമുക്ക് വേഗം പോവാം. വാ കുഞ്ഞുങ്ങളെ വായോ. ബിന്നൊക്കെ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ മുകളിലൊക്കെ ഐസാണ്. എല്ലായിടവും വെളുത്ത് കിടക്കുവാണ് ഗൈസ്. ഈ പുല്ലിക്കടൊക്കെ ആൾക്കാർ നടന്നിട്ട് ഫുട് പ്രിന്റ് മാത്രം പതിഞ്ഞിട്ടുണ്ട്. ആഞ്ചലായും അമേലിയായും. അയ്യോ ഷൂവിലെല്ലാം ഇതാവും മുത്തേ. വന്നേ കണ്ടോ ഷൂവിലെല്ലാം വെള്ളമായില്ലേ? അതൊക്കെ ഫണ്ണാ. അതാണ് സ്കൂൾ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ അമേലിയ വിട്ടു. അമേലിയ ക്ലാസ്സിൽ കയറി. വാ ആഞ്ചല ബേബി വാ മമ്മ പോവാ. വായോ. കുറേ പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ അമേലിയയൊക്കെ വിട്ടിട്ട് നടന്നു വരുവാണ്. ഓക്കെ ആണോ ബേബി? മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല രസമാണ് ഗൈസ്. മഴയുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ മൊത്തത്തിൽ അടിപൊളിയാണ്. ഇത് കണ്ടോ ഇവിടെ ഡ്രൈ ആയിട്ട് കിടന്ന ഇലയെല്ലാം ഒരുമാതിരി ഐസ് പിടിച്ചിങ്ങനെ കിടക്കുവാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ തണുപ്പ് കുത്തിത്തുളച്ച് കയറുന്ന തണുപ്പാണ്. ഇത് കണ്ടോ പുറകില് മൊത്തം വെളുത്ത് കിടക്കുവാണ് കേട്ടോ. നല്ല രസമൊക്കെയാണ്. പക്ഷെ തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത. ആഞ്ചല അതൊക്കെ ആടി വരുന്നുണ്ട്. പുല്ലിനകത്ത് നിന്ന് കയറി. മുത്തേ ഷൂവിലെല്ലാം വെള്ളമാവൂടാ മുത്തേ. എൻ്റെ കയ്യ് ഞാൻ ഗ്ലൗസ് ഒന്നും എടുത്തില്ല കൈസ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈയെല്ലാം ഒരുമാതിരി നമ്മായിരിക്കുവാണ്. വാ മുത്തേ വേഗം പോ നമുക്ക്. ആഞ്ചല ഇവിടെ ഭയങ്കര കളിയാണ്. അമേലിയയെ കൊണ്ടുവിട്ടതിന് ശേഷം ഞങ്ങളിതേ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ആഞ്ചല അവിടെ എന്തൊക്കെയോ പരിപാടിയാ. അലക്സ എന്ന് കുത്തി പൊട്ടിക്കുമെന്ന് തോന്നുന്നു ആഞ്ചല ഡൺ. ആഞ്ചലായിക്ക് TV വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ TV ഒന്നും വെച്ച് കൊടുത്തില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കും ആഞ്ചല അല്ലേ ബേബി? 2-3 ദിവസമായിട്ട് കുറേ തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ ഇന്നലെ ഒരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് വന്നിട്ട് അച്ഛൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും ഇച്ചിരി കുക്കിംഗ് എനിക്കുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സ് അലക്കിയത് ഡ്രയറിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യണം. തണുപ്പ് കാരണം ഇങ്ങനെ ഇരിക്കുവാണ്. ഒന്ന് ഓണായാൽ പടപടേന്ന് കാര്യങ്ങൾ നടക്കും. അപ്പം നമുക്ക് ഓണായാലോ? ആഞ്ചലയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മണിക്ക് അല്ലേ ആഞ്ചല? വെനസ്ഡേകളിലൊക്കെ മിക്കപ്പോഴും ആഞ്ചല ഞാൻ വീട്ടിലിരുത്തും. കാരണം എന്നാ പറയുന്നത്, ബാക്കിയുള്ള ദിവസമെല്ലാം നമ്മളിങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോകല്ലേ. അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് വീക്കെൻഡ്സ് ഞങ്ങൾ എപ്പോഴും അവരുടെ കൂടുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകും. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കും അല്ലേ, എല്ലാം ചെയ്യും. പക്ഷെ എന്നാലും വെനസ്ഡേ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ മടി പിടിച്ച് ആഞ്ചല എൻ്റെ കൂടെ ഇരുത്താറുണ്ട് അല്ലേ ആഞ്ചല? ഞാനൊന്നും കഴിച്ചില്ല. അമേലിയ ആഞ്ചല ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞാണ്. അപ്പം പതുക്കെ ഞാൻ ഓണായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവാണ്. ഫൈനലി ഞാൻ അങ്ങനെ ഞങ്ങളുടെ കൗച്ചിൽ നിന്ന് എഴുന്നേറ്റു. പതുക്കെ പണികളൊക്കെ തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് കൊണ്ട് തുടങ്ങാമെന്ന് വെച്ചു.
ഇത് കുടിച്ച് കഴിയുമ്പോൾ ഒരു ഇച്ചിരി എനർജി ഉണ്ടാവും. പിന്നീട് പതുക്കെ പതുക്കെ ഓരോ പണി ഒതുക്കാം എന്നുള്ള പരിപാടിയിലാണ്. നമുക്ക് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ് കേട്ടോ. അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലേസി ആയിട്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നേരം ഒന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10:30 ഈ 10:30 എൻ്റെ പണി തീരേണ്ടതാണ്. പിന്നെ തണുപ്പ് എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയൊന്നും തണുപ്പ് പറ്റത്തില്ല. അപ്പോൾ പതുക്കെ ഇനിയും ഇതൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് എനർജറ്റിക് ആവട്ടെ. രാവിലെ വൈകിട്ട് നമ്മൾ 1 hour വെച്ചിട്ട് ഹീറ്റിംഗ് ഇടുന്നുണ്ട്. പക്ഷേ എനിക്കത് ഇനഫായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീടൊന്നുകൂടെ ഹീറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നു ഗൈസ്. മടി ഒരു രക്ഷയില്ല. ഇന്ന് ഭയങ്കര മടിയാണ്. ആഞ്ചല ദേ റൈസ് കേക്കൊക്കെ എടുത്ത് തച്ചിന് അടിച്ച് വെക്കുന്നുണ്ട്. അല്ല ആഞ്ചല, ഞാൻ മടിച്ചിരിക്കുവല്ല എൻ്റെ കൂടെ വീട്ടില്ല. ആണോ ബേബി? ആണോ? ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ, പ്രോട്ടീൻ ഡ്രിങ്ക്. അപ്പം രാവിലെ ഞാൻ ഒരെണ്ണം കുടിക്കാറുള്ളതാണ്. ഇത് കുടിച്ചു കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ എനർജറ്റിക് ആവും അല്ലേ ആഞ്ചല? പിന്നെ നമ്മൾ പടേ എല്ലാ കാര്യങ്ങളും ഓടി നടന്നൊക്കെ വവ ചെയ്യും അല്ലേ ആഞ്ചല? അല്ല ബേബി? ഞാൻ ഇവിടെ ഇരിക്കുന്നതിനൊരു റീസൺ ഉണ്ട് ഗൈസ്. എനിക്ക് ഈ റോഡിൽ കൂടെ പോകുന്നവരെയും വണ്ടിയൊക്കെ കാണാം. ചുമ്മാ പുറത്തോട്ട് നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തത് ഒരു കിളി ഉണ്ടാവില്ല ആഞ്ചല, ചെറിയൊരു ബേഡി കണ്ടോ? ചുമ്മാ ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കാറുണ്ട് ചില സമയത്ത്. എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇവിടെ കുഞ്ഞിയൊരു ബേബി ബേർഡ് വന്നായിരുന്നു. അത് പക്ഷെ പറന്നുപോയി. നിങ്ങൾക്ക് കാണാവുന്നറിയത്തില്ല. അത് അങ്ങൂടെ അതിങ്ങനെ പ്രാഞ്ചി നടക്കുന്നുണ്ട് ആ ബിന്നിൻ്റെ അവിടെ ആയിട്ട്. ഇപ്പോൾ സമയം 12 മണിയായി ഗായ്സ്. ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെയ്തു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. വീടൊക്കെ ഒന്ന് ഹീറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനും എനിക്കും ഒരു ഊർജ്ജം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീർത്തു. കുഞ്ഞുങ്ങൾക്ക് ഫ്രൈഡ് റൈസ് വെച്ചു, തുണി ഫോൾഡ് ചെയ്യാനുള്ളതെല്ലാം ഫോൾഡ് ചെയ്തു, വീടെല്ലാം വാക്വം ചെയ്തു. അങ്ങനെ കുറേ പരിപാടികൾ ഞാൻ ചെയ്തു. പിന്നെ വീട്ടിലെല്ലാവരെയും ഒന്ന് ഫോൺ ചെയ്തു അതിൻ്റെ ഇടയ്ക്കൂടെ. ആഞ്ചല ബേബി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് TV കാണുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഞാനിവിടെ ഫോൾഡ് ചെയ്തു. അമേലിയയുടെ, ആഞ്ചലയുടെ, എൻ്റെ അച്ഛൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അമേലിയയ്ക്കും ആഞ്ചലായിക്കും കൊണ്ടുപോകാനുള്ള ഫ്രൈഡ് റൈസ് ഞാൻ റെഡിയാക്കി. ബ്രോക്കോളി, മുട്ട, റൈസ്. കഴിഞ്ഞ ദിവസം മഷ്റൂം, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ഇട്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. ഈ ഫ്രൈഡ് റൈസും ആ ഫ്രൈഡ് റൈസും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അവർക്ക് ഉച്ചയ്ക്ക് ഫുഡിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഞാൻ ദേ ഒരു കോഫി ഇട്ട് കുടിക്കാൻ പോവാണ്. അങ്ങനെ സമയം 1:30 ഇനിയിപ്പോൾ അമേലിയ ബേബിയെ വിളിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. രാവിലെ നമ്മളിവിടെ വൈറ്റ് ആയിട്ടാണ് കണ്ടത് കേട്ടോ. അപ്പം അതെല്ലാം ക്ലിയറായി. വലിയ വെയിലൊന്നുമില്ല, പക്ഷേ എങ്കിലും അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ നമ്മൾ രാവിലെ ഈ ഡ്രൈ ആയിട്ടുള്ള ഇലയിലെല്ലാം ചെറിയ ഐസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം മെൽറ്റായിപ്പോയി കേട്ടോ. ഇപ്പം എല്ലാം സാധാ ഇലയുടെ കളറായി. ഇതേ കണ്ടോ ഡിഫറൻസ് നോക്കിക്കേ കുറച്ച് സമയം കൊണ്ട്. അമേലിയ ബേബി അങ്ങനെ അതേ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു. അമേലിയ കഴിച്ചോ? എവിടുന്നാ? Yesterday I didn't really finish it. I finished the half. Today I eat a lot. Good girl, അമേലിയ. അമേലിയയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അല്ലേ അമേലിയ? രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു. രണ്ടുപേരും ഫുള്ളാണ്. അതിനുശേഷം അമേലിയ ഒരു യോഗട്ട് ഡ്രിങ്ക് കുടിച്ചല്ലേ? ഇപ്പോൾ ഒരു യോഗട്ട് കഴിക്കുവാണ്. ആഞ്ചല ഒരു യോഗട്ട് കഴിച്ചു. ഇപ്പോൾ ഒരു യോഗട്ട് ഡ്രിങ്ക് കുടിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം എടുത്തു. മമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിക്കണം കേട്ടോ. അമേലിയ ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ മമ്മയ്ക്ക് ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു. അമേലിയ അതൊക്കെ ഒന്ന് കഴുകി തരായിരുന്നല്ലേ? ഓ ഇപ്പൊ വേണ്ട, ഇച്ചിരി കൂടെ ഒക്കെ വലുതാവട്ടെ കൊച്ച്. കഴുകിയോ? പിന്നെ അങ്ങനെ അതിനെന്താ സാടാവുന്നേ? ഇപ്പോൾ വൈകിട്ട് 5 മണിയായി കേട്ടോ. അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു 3 മണിക്ക് വരുമെന്ന്. ഇതുവരെ എത്തിയിട്ടില്ല. അമേലിയ ഇതേ ഹോംവർക്കൊക്കെ ചെയ്യുവാണ്. ഇത് അമേലിയയുടെ ഹാൻഡ് റൈറ്റിംഗ് ബുക്കാണ്. അപ്പോൾ അവരെന്നും നമുക്ക് ഓരോ പേപ്പർ തന്നു വിടും. അതിനകത്ത് ഏതൊക്കെ ദിവസമാണ് ചെയ്യേണ്ടതെന്ന് എഴുതി തരും. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളിതേ ഈ ഡേറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അമേലിയ അതനുസരിച്ച് അത് ചെയ്യും. അവർ നമ്മൾ ചെയ്യുന്ന ഹോംവർക്ക് എല്ലാം നോക്കിയിട്ട് അത് ടിക്കിട്ട് കൊടുത്തു വിടും. തുടച്ച് ഒരു രക്ഷയില്ല. കുറേ അല്ലാതെ കുറേ സംഭവങ്ങൾ തന്നു വിടാറുണ്ട് കേട്ടോ.
സ്റ്റേ സേഫ് റൂൾ, അതൊക്കെ കളർ ചെയ്യാം, ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ഇതാണ് അവർക്ക് കൊടുത്തു വിടുന്ന പേജ്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ പറയും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ട്. ഫ്രൈഡേ ഹോംവർക്ക് ഇല്ല, ഫ്രൈഡേ അവരത് ഇവിടെ നോക്കുന്ന ദിവസമാണ്. ഇത് ആഞ്ചലാടെയാണ്. പിന്നെ ഇത് അമേലിയയ്ക്ക് എന്നും വായിക്കാനുള്ളൊരു ബുക്കാണ് എല്ലാ ഗോസ് ടു എയർപോർട്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ പേജ് അമേലിയായി വായിപ്പിക്കും. ഇത് ബിസി അറ്റ് മാക്സ്. അപ്പോൾ അത് ഇന്നലെ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അമേലിയയുടെ. ഞാൻ ഓരോ ദിവസം അവർ കൊടുത്തു വിടും. അപ്പം നമ്മളതൊക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതും കൂടെ ചെയ്യാനുണ്ട്, വി കെയർ ഫോർ കമ്മ്യൂണിറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് പേരൻസ് ഡിസ്കസ് ചെയ്തിട്ട് അമേലിയയ്ക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ആഞ്ചല ബേബി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സിനിമ കാണുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സിനിമയല്ല, ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട്, അതിനകത്ത് വ്ളോഗ് കാണുമായിരുന്നു. ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങട്ടെ എന്ന് വെച്ചു. നല്ല ഉറക്കമാണ്, ഡീപ്പ് സ്ലീപ്പിലാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നു ഗൈസ്. ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചൊക്കെ നാളത്തേന് പാക്ക് ചെയ്തു. ഫ്രൂട്ട്സ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അവർക്ക് സ്നാക്സിനുള്ള എല്ലാ ബോക്സ് എല്ലാം റെഡിയാക്കി വെച്ചു. ശരിക്കും പറഞ്ഞാൽ തണുപ്പായതുകൊണ്ട് തന്നെ ഒരുമാതിരി ഇങ്ങനെ മടിയല്ല, ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു, അതിനാണല്ലോ മടിയെന്ന് പറയുന്നത്. എനിവേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ പണികളെല്ലാം ഒതുങ്ങി കേട്ടോ. ഇവിടുന്ന് 3 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കോളേജിൽ പോയ ഒരാളാണ്. കോളേജിൽ പോയി കഴിയുമ്പോഴത്തേക്കിന് വീട്ടിൽ കയറണ്ട. മണി 5 ആയി. ഇതെന്നാ നിലത്തൊക്കെ പോന്നേ? ലവ് ലെറ്ററോ? പിന്നെ അറിയാൻ പറ്റത്തില്ലല്ലോ. പ്രോഗ്രസ് കാർഡ് ഒപ്പിടിപ്പിക്കാൻ തന്നു കേട്ടോ. എന്റെ കൊച്ചെന്നാണ് ഹോംവർക്ക് ചെയ്തോ? പെൻസിലെല്ലാം കൂടെ തുടച്ച് ആഞ്ചല ബേബി നേർന്നുറക്കമാണോ? ആഞ്ചല ബേബി ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോ. ആഞ്ചല ബേബിയെ വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്തോ? എന്റെ കൊച്ചു ഉറങ്ങുവാണേ. കൊച്ചു ക്ഷീണിച്ചു, ടയർഡ്. പോട്ടെ, എന്നിട്ട് നമുക്ക് ചായ കുടിച്ചാ? കുറച്ച് പാല് കുടിച്ചെന്നട്ടെ. ഇവിടെ ഒരാൾ ചായയൊക്കെ കുടിച്ച്. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകാറില്ല. രാവിലെ തൊട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ കഴിച്ച് ഇങ്ങനെ നിൽക്കും. ഇപ്പം ചോറെടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നാളെ നമുക്ക് ഓറഞ്ച് വാണിംഗ് ആണ് ഇപ്പം നിലവിൽ കൗണ്ടി കോളിൽ. പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിലും കൂടെ ഓറഞ്ച് വാണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവർ പറയുന്ന ഒരു 12 മണി കഴിയുമ്പോൾ ചിലപ്പം ആവശ്യമാണെങ്കിൽ കൂടുതൽ സ്നോ ഒക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ റെഡ് വാണിംഗ് ആയിട്ട്, അത് റെഡ് അലേർട്ടായിട്ട് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ കോളേജ് ഉണ്ടോ നാളെ? റെഡ് അലേർട്ട് ആണെങ്കിൽ കോളേജില്ല, ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകണം. അമ്മയിൽ ചെയ്തോ? ഞാനിത് എക്സ്ട്രാ ഉടുപ്പൊക്കെ ഇട്ടുണ്ടോ പറയുന്നത്? എനിക്ക് 3 ഉണ്ട്. കണ്ടോ, എന്റെ ജാക്കറ്റ് ഉണ്ട്, ഈ കുണ്ടിയുണ്ട്. ഈ കുണ്ടിയുണ്ടോ? കുണ്ടിയല്ല, ഈ കുണ്ടിയുണ്ട്. അതുകൊണ്ട് ഈ തണുപ്പത്ത് എല്ലാവരും കൂടെ എങ്ങോട്ട് പോവാ? ആണോ കുഞ്ഞ്? ഇവിടെ -ഡിഗ്രിയാ. മൈനസ്. നിനക്ക് ഹോട്ടാണെന്നോ? അമേലിയയുടെ സ്കിൻ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അമേലിയക്ക് ചൂടാണെങ്കിൽ മനുഷ്യൻ്റെ ഇവിടെ കിടുങ്ങുവാ, മേടി ഇട്ടിട്ട്. കൊച്ചിന് വണ്ടി എടുത്തോ, നമുക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് കൊച്ചിനെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് വരാം. അമ്മ പോകുമ്പോ സ്നോ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അറിയില്ലേ? ഞങ്ങള് സ്നോയിൽ കൈയിട്ട് വരും കണ്ടു. അങ്ങനെ ജിമ്മിൽ വന്നു, കുറച്ച് നേരം എക്സസൈസ്, യോഗ എല്ലാം ചെയ്തു. അച്ഛനിപ്പോൾ എന്നെ വിളിക്കാൻ വരും. ഞാനൊന്ന് വണ്ടി കൊണ്ടുവന്നില്ല, കാരണം മടിയായിരുന്നു. ഇന്ന് മൊത്തത്തിലൊരു ലേസി ഡേ ആയിരുന്നു. പക്ഷേ എങ്കിലും ഇവിടെ വരാൻ പറ്റി, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ 7:30 അച്ഛനിപ്പോൾ വരും, അതുവരെ അവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരാളെ ജിമ്മിൽ പോയി വിളിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അലക്കി വെച്ചിരുന്ന തുണിയെല്ലാം ദേ പെറുക്കി വെക്കുകയാണ്. വിശന്ന് കുടൽ കത്തുന്നു ഗൈസ്. ആഞ്ചലായും അമേലിയായും ഫുഡ് കഴിച്ചു. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നത്. എനിക്കൊന്നും വെതറിൻ്റെ അന്നൊന്നല്ലേ, നല്ല തണുപ്പല്ലേ പുറത്ത്, അകത്ത് നല്ല ചൂടും. അതെ, അതുകൊണ്ട് ഉറക്കവും വരുന്നുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഈ കോട്ടി കയറുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അഡിക്ഷൻ അല്ലേ? ആണ്, ഭയങ്കര അഡിക്ഷനായത്. അതെ. ഇനിയിപ്പോൾ ഞങ്ങൾ താഴെ പോയി ഫുഡ് കഴിക്കും. ഞാൻ ഇച്ചിരി നേരം എന്തെങ്കിലും TV കാണും. അച്ഛൻ ഇനിയും അസൈൻമെന്റ് എഴുത്തോ അടുത്തവോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ ഉറക്കം വരുമ്പോൾ വന്ന് കിടന്ന് ഉറങ്ങും. ആഞ്ചലായ അമ്മയിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് കിടത്തും. ആഞ്ചല ഇന്നിനിയും ലേറ്റ് ആവും, കാരണം വൈകിട്ട് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരും. താങ്ക്